പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവുന്നവർക്ക് മാത്രമേ ഈ വേദന എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പാൻക്രിയാറ്റൈറ്റിസ് എന്നത് വളരെ മോശമായ ഒരു രോഗമാണ്. ചിലപ്പോഴൊക്കെ രോഗിക്ക് വെറും വേദന ഉണ്ടായാലും അത് തന്നെ ഒരു രോഗമാണെന്ന് തോന്നാറുണ്ട്. വേദന ഇല്ലാത്ത സമയത്ത് അസുഖം ഇല്ല എന്ന് കരുതും. ഞാൻ 2.5 വയസ്സുള്ള കുഞ്ഞു മുതൽ 65 വയസ്സുള്ള പാൻക്രിയാറ്റൈറ്റിസ് ബാധിച്ച ആളുകളെ കണ്ടിട്ടുണ്ട്. പാൻക്രിയാറ്റൈറ്റിസിന് 2 തരത്തിലാണ് ഉള്ളത്. അതിൻ്റെ പ്രധാന അർത്ഥം സ്പെസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്. എന്നാൽ നമ്മൾക്ക് എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എപ്പോൾ എന്ത് ചെയ്യണം എന്നതിൽ യാതൊരു ശ്രദ്ധയും ഇല്ല. മിക്കവാറും ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകളിൽ അവർ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലാത്തവർ ആയിരിക്കും. ഇത്രയും വർഷങ്ങളിൽ ഞാൻ ഇതിൻ്റെ അനേകം ഉപവിഭാഗങ്ങൾ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഈ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ചില രോഗികൾ യൂറോപ്പിൽ നിന്ന് വരുമായിരുന്നു, ചിലർ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമായിരുന്നു. ഈ രോഗികളുമായി സംസാരിക്കുമ്പോൾ ഞാൻ ലോകം ചുറ്റി യാത്ര ചെയ്യുന്നത് പോലെയായിരുന്നു. അവരുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നു. ചിലർ വരുമ്പോൾ അവിടുത്തെ മാപ്പുകൾ കൊണ്ടുവരും. അതൊക്കെ കണ്ടു മനസ്സിലാക്കുമ്പോൾ ഒരു നല്ല അനുഭവമാണ്. അതിനാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഡോക്ടർ ആകണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ കൃത്യമായ അർത്ഥം അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. വൈദ്യരാകുമ്പോൾ എന്ത് ചെയ്യണം എന്നതും അറിയില്ലായിരുന്നു. എൻ്റെ യാത്ര അവിടെ നിന്നാണ് ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് വീട് മാറുമ്പോൾ കണ്ട ഒരു പഴയ സ്ക്രാപ്പ് ബുക്കിൽ ആ കാലത്ത് സ്ക്രാപ്പ് ബുക്ക് എഴുതുന്നത് പതിവായിരുന്നു. വലുതാകുമ്പോൾ ആരാകണം എന്ന് ഞാൻ എഴുതിയിരുന്നു. അതിൽ ഞാൻ വലുതാകുമ്പോൾ ഒരു വൈദ്യ ആകണമെന്നാണ് എഴുതിയിരുന്നത്. 14 വർഷങ്ങൾക്കിപ്പുറവും ഈ പ്രൊഫഷനിൽ തുടരുമ്പോൾ ഇതിലും നല്ലൊരു കരിയർ എനിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാൻക്രിയാറ്റൈറ്റിസ് രോഗികളെ ഞാൻ കാണാറുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പാൻക്രിയാസ് ആയി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാകും. അത് വളരെ ലളിതമായ ഒരു വാക്യമാണ്, എനിക്ക് പാൻക്രിയാസ് ആണ്. ഞാൻ ആ രോഗികളെ പറ്റി ആണ് പറയുന്നത്. അവർക്ക് വിദ്യാഭ്യാസമോ അറിവോ കുറഞ്ഞവർക്ക് ആരോഗ്യത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ വലിയ ധാരണയുണ്ടാകില്ല. ഹൃദയവും വൃക്കയും തലച്ചോറും എല്ലാവർക്കും അറിയാം. പക്ഷേ പാൻക്രിയാസിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇതൊരു അപൂർവവും മാരകവുമായ രോഗമാണ്. രോഗം വന്നാൽ മാത്രമേ ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കൂ. പാൻക്രിയാറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാണ് ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. അതിനാൽ പാൻക്രിയാസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പാൻക്രിയാസ് എന്ന അവയവത്തിലുണ്ടാകുന്ന വീക്കാണ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. മെഡിക്കൽ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഏതെങ്കിലും വാക്കിൻ്റെ അവസാനം ഐറ്റിസ് ചേർന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ വീക്കമുണ്ടാകുന്നു എന്നതാണ്. ഐറ്റിസ് എന്നാൽ ഒരു അവയവത്തിലെ വീക്കം എന്നാണ്. പാൻക്രിയാറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അതിനാൽ പാൻക്രിയാറ്റൈറ്റിസ് എന്നാൽ പാൻക്രിയാസിലെ വീക്കമാണ്. ഇത് കഠിനമായ വയറുവേദനയ്ക്ക് കാരണമാകുന്നു. സാധാരണ ഭാഷയിൽ പറയുമ്പോൾ ഇത് ഒരു തരത്തിലുള്ള വയറുവേദനയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പാൻക്രിയാറ്റൈറ്റിസ് അനുഭവപ്പെടുന്നവർക്ക് മാത്രമേ ഈ വേദന എത്ര ഭയാനകമാണെന്ന് പറയാൻ കഴിയൂ. ലേബർ പെയിൻ എങ്ങനെയാണെന്ന് നമുക്ക് കൽപ്പന ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെയാണിത്. നമുക്കറിയാം ഒരു സ്ത്രീക്ക് പ്രസവിക്കുമ്പോൾ എത്ര വേദനയുണ്ടാകും. അതിലധികമോ സമാനമായോ ഉള്ള വേദന ആണ് ഒരു പാൻക്രിയാറ്റൈറ്റിസ് രോഗിക്ക് ഉണ്ടാകുന്നത്. ഞാൻ കണ്ട ഏറ്റവും ഭീകരനായ രോഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു മീനെ പോലെ കട്ടിലിൽ പിടയുകയായിരുന്നു. അയാൾക്ക് കഠിനമായ വയറുവേദനയും നേരെ ഇരിക്കാനാവാതെ മുന്നോട്ട് കുനിഞ്ഞിരിക്കേണ്ട അവസ്ഥയും എന്ത് കഴിച്ചാലും വയറുവേദന ഛർദിൽ ഒക്കെ ഉണ്ടായിരുന്നു. വേദന പിൻഭാഗത്തേക്ക് നാടുവിൻ്റെ ഭാഗത്തേക്ക് പോകുകയും എന്തെങ്കിലും കഴിച്ചാൽ ഛർദി വരികയും ചെയ്യുന്നു. ഇവയാണ് പാൻക്രിയാസ് സംബന്ധമായ രോഗികളിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങൾ. ഇവയാണ് അക്യൂട്ട് പാൻക്രിയാസിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാൻക്രിയാസിന് 2 തരമുണ്ട്. അതിൻ്റെ പ്രധാന ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നിങ്ങനെ. ഇപ്പോൾ സാധാരണ ഭാഷയിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്യൂട്ട് എന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വയറുവേദനയാണെന്നും പലപ്പോഴും അതിന് ചില കാരണങ്ങൾ ഉണ്ടാകുമെന്നും അർത്ഥം. പലപ്പോഴും അതിന് യാതൊരു കാരണവും കാണാറില്ല. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ലഘുവായ വേദന മാത്രം അനുഭവപ്പെടും. ഈ രോഗം വരുമ്പോൾ ചിതൽ പോലെ നിങ്ങളുടെ ശരീരത്തെ അകത്തുനിന്ന് തിന്നു തകർക്കും. നിങ്ങളുടെ ശരീരം അകത്തുനിന്ന് നശിപ്പിക്കും. ചെറിയ വേദന, വയറുവീക്കം, വാതം, മലത്തിൽ കൊഴുപ്പ്, ക്ഷീണം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. പാൻക്രിയാറ്റൈറ്റിസ് എന്നതൊരു പ്രത്യേക രോഗമാണ്. ചില രോഗങ്ങൾ പോലെ എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരാശി നിലവിലുണ്ടായിരുന്ന കാലം മുതലേ പാൻക്രിയാറ്റൈറ്റിസ് എന്നത് അത്ര പഴയ രോഗമല്ല. അതായത് എനിക്ക് ശരിയായ ഓർമ്മയില്ല, പക്ഷേ അത്രയും പഴയതല്ല.
16-ാം നൂറ്റാണ്ടിൽ ആദ്യമായി കണ്ടെത്തിയ ഈ രോഗം ഇന്ന് ഇന്ത്യയിലാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ടിഗാരോ ക്ലാസിഫിക്കേഷൻ വഴിയാണ് വിശദീകരിക്കുന്നത്. ഇതനുസരിച്ച് ഏതെങ്കിലും വിഷാംശങ്ങൾ മൂലമോ അല്ലെങ്കിൽ കൃത്യമായ കാരണം കണ്ടെത്താനാവാത്ത ഇഡിയോപാത്തിക് എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥ മൂലമോ ഈ രോഗം സംഭവിക്കാം. ഇത് ജനിതകപരമായോ കുടുംബചരിത്രമോ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങളോ മദ്യപാനമോ തുടങ്ങിയ കാരണങ്ങളാലോ ആകാം. ആവർത്തിച്ചുള്ള പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ ഗാൾ ബ്ലാഡറിലെ തടസ്സങ്ങൾ മൂലവും ഇത് സംഭവിക്കാം. എന്നാൽ ഈ രോഗം എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഡിയോപാത്തിക് ആണ്, അതായത് അതിന് യാതൊരു വിശദീകരണവുമില്ലാതെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നില്ല. ഈ തരത്തിലുള്ള പാൻക്രിയാറ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ കാരണം നമ്മൾ വളരെ മോഡേൺ ആയിരിക്കുന്നു. നമ്മുടെ ബന്ധം ഒരു വിധത്തിൽ എക്സ്റ്റേണൽ മീഡിയയുമായി കൂടുതലായി. സ്വയം നിന്നുള്ള ബന്ധം തളർന്നിരിക്കുന്നു. അതിനാൽ നമ്മൾക്ക് എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എപ്പോഴെന്ത് ചെയ്യണം എന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഒരു അടിസ്ഥാന ദിനചര്യയും ഋതുചര്യയും, അതായത് ജീവിതം നയിക്കാനുള്ള ചില അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, ആരോഗ്യകരമായി ജീവിക്കാനുള്ള മാർഗങ്ങൾ, അതിൽ നിന്ന് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും മാറിയിരിക്കുന്നു. അതിനാൽ ഏതെങ്കിലും രോഗം നമ്മുടെ ശരീരത്തിൽ സ്ഥാനം പിടിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാത്തപ്പോൾ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആയുർവേദം എന്നത് ഒരു വലിയ വിജ്ഞാന സാഗരമാണ്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എല്ലാം ഉപേക്ഷിച്ച് ആദ്യം നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കണം എന്നതാണ്. കാരണം നിങ്ങളുടെ ശരീരാരോഗ്യം ശരിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്രവർത്തനം ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇന്നത്തെ ഈ ഓട്ടവും ഓളവും നിറഞ്ഞ ജീവിതത്തിൽ നമ്മളിൽ എല്ലാവർക്കും എല്ലാത്തിനും സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിലും സ്വന്തം ഭക്ഷണത്തിനും ഉറക്കത്തിനും എഴുന്നേൽക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നോക്കുന്നതിനും സമയം കണ്ടെത്തുന്നില്ല. ഞാൻ പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കേസുകൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആയുർവേദിക് സ്പെഷ്യാലിറ്റി സെൻറ്ററിൽ പാൻക്രിയാറ്റൈറ്റിസ് സംബന്ധിച്ച നിരവധി കേസുകൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവയിൽ നമ്മൾ കാണുന്നത് മിക്കവാറും നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ അവരൊരിക്കലും മദ്യപാനം ചെയ്തിട്ടില്ല, അതായത് സാധാരണ വിശ്വാസങ്ങൾക്ക് എതിരായിരിക്കുന്നു. അവരൊരിക്കലും സ്മോക്കിംഗ് ചെയ്തിട്ടില്ല, മീറ്റ് കഴിച്ചിട്ടില്ല, ടൊബാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷവസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല. കുടുംബത്തിൽ ഈ രോഗത്തിന് മുൻപേ ഉണ്ടായിരുന്നുവെന്നതും കാണുന്നില്ല. അതിനാൽ തന്നെ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യേണ്ടതാണ്. അവരുടെ ഡാറ്റ നോക്കുമ്പോഴും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവരുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ വളരെ കുറവാണെന്ന് കാണാം. കാരണം നമ്മൾ ശരിയായ കോമ്പിനേഷനിൽ ഭക്ഷണം കഴിക്കുന്നില്ല. അതിനാ ആയുർവേദം പറയുന്നത് നിങ്ങളുടെ ഭക്ഷണ കോമ്പിനേഷൻ ശരിയാണോ, എത്ര അളവിൽ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ചാണ്. അതാൽ നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, വിശപ്പില്ലാത്തപ്പോഴും കഴിക്കുന്നു. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഉയർന്ന കലോറി ഭക്ഷണമാണ് കഴിക്കുന്നത്. പാൻക്രിയാസിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ദഹിപ്പിക്കേണ്ടി വരും. ഇത് അവയവത്തിന് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ വണ്ണം കൂടിയെന്ന് നമുക്ക് തോന്നും. അതിനാൽ നാളെ മുതൽ നാം ഓടിത്തുടങ്ങും. അതിനാൽ മൈൻഡ്ഫുൾ ആക്ടിവിറ്റികൾ നാം ചെയ്യാറില്ല. നമുക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് ശരിയെന്ന്, അതിനാൽ നാം ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാര്യം നമുക്കറിയില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ എല്ലാം കണ്ട് ഞാൻ ചിന്തിക്കുന്നു, നാം എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അടിസ്ഥാന ബന്ധം നമ്മോടൊപ്പം ഇല്ല. അതിനാൽ ഞാൻ എല്ലാവരോടും ഇതാണ് പറയാറുള്ളത്. എൻ്റെ രോഗികളോടും ഇതേ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കണം, ഇത് ചെയ്താൽ നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കും എന്ന്. നിങ്ങളുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന ചെറിയ ഒരു അവയവമുണ്ട്. അത് ദേഷ്യം കാണിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാറില്ല. പല കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. ചിലപ്പോൾ ചില സർജിക്കൽ പ്രൊസീജിയറുകൾക്കിടയിലും ഇത് ഫ്ലെയർ അപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥയിലുമാകാം. ചില ട്രോമകൾ കൊണ്ടും ജനറ്റിക് കാരണങ്ങൾ കൊണ്ടുമാകാം. അതിൽ ചിലത് നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ്. പക്ഷേ ചില ഇഡിയോപാത്തിക് അവസ്ഥകളിലും അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കാവുന്ന ചില സാഹചര്യങ്ങളിലും ഈ രോഗം നാം തടയാൻ ശ്രമിക്കാം. അതിനാൽ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഈ രോഗികൾ ഏകദേശം 18 വയസ്സിൽ നിന്ന് 24 വയസ്സ് വരെയുള്ളവരാണ്. ഇതാണ് ആ പ്രായം. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്, കോളേജ് ജീവിതത്തിലേക്ക് പോകുന്നത്, ക്ലാസ് 12 കഴിഞ്ഞ് ജീവിതത്തിലെ ആ വിദ്യാർത്ഥി ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ടീൻ ഏജിന് ശേഷം ഇനി എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും, ഞാൻ ഇത് കഴിക്കും, അത് ചെയ്യും, രാത്രി ഉറങ്ങാതെ ഇരിക്കും എന്നിങ്ങനെയാണ് ആ മനോഭാവം. അപ്പോൾ അവർ അവരുടെ ശരീരത്തെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് നിർബന്ധമായും മദ്യപാനം ചെയ്യണം,
സിഗരറ്റ് വലിക്കണം എന്നില്ല, ശരീരത്തെ ഉപയോഗിക്കുന്നത് ഉറക്കക്കുറവിലൂടെയും സംഭവിക്കുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇത് വലിയൊരു കാരണമാണ്. കാരണം ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിൽ വേദനയും അണുബാധയും ഉണ്ടാക്കുന്നു. നാം ആധുനിക ഗവേഷണങ്ങൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് പേപ്പറുകൾ നോക്കിയാൽ ഉറക്കക്കുറവ് പലവിധ രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ ദൃഷ്ടികോണത്തിൽ നോക്കിയാൽ രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് പല ദോഷങ്ങളെയും ഉണർത്തും, അതിൻ്റെ പല ലക്ഷണങ്ങളും കാണിക്കും. ഒരു പ്രൊസീജിയർ ഉണ്ട്, അതാണ് എഴപ്പ്. എഴപ്പ് ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ മാത്രമല്ല, ഒരു കറക്റ്റീവ് ടൂൾ കൂടിയാണ്, കൂടാതെ കോജറ്റീവ് ടൂൾ കൂടിയാണ് പാൻക്രിയാറ്റൈറ്റിസിനായി. കാരണം എഴപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും അറ്റാക്ക് ഫ്ലെയർ അപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർജറിയിൽ പ്രോബ് പാൻക്രിയാസിനെ സ്പർശിച്ചാൽ അതിനാൽ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാം. മറ്റൊരു കാരണമായി ട്രോമ, ഉദാഹരണത്തിന് ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിക്ക് സംഭവിച്ചാൽ അതിനാൽ പോലും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാം. പ്രധാനമായും പാൻക്രിയാറ്റൈറ്റിസിന് 2 വിഭാഗങ്ങളുണ്ട്, അക്യൂട്ട്, ക്രോണിക്. അക്യൂട്ടിന് പല സബ് ടൈപ്പുകളും ഉണ്ട്, അതുപോലെ ക്രോണിക്കിനും പല സബ് ടൈപ്പുകളും ഉണ്ട്. നാം പൊതുവായി പറയുമ്പോൾ അക്യൂട്ട് എന്നത് അതിൻ്റെ പേര് പോലെ വളരെ വേഗത്തിലുണ്ടാവുന്ന പാൻക്രിയാറ്റൈറ്റിസ് ആണ്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ രോഗിയുടെ ലക്ഷണങ്ങൾ അപ്രതീക്ഷിതമായി അത്യന്തം വേദനയോടെ ഫ്ലെയർ അപ്പായി വരും. അതിനൊപ്പം മൈലേസ്, ലൈപ്പേസ് എന്നിങ്ങനെയുള്ള എൻസൈമുകൾ 3-4 മടങ്ങ് വർദ്ധിക്കും. രോഗിക്ക് അത്യന്തം സഹിക്കാനാവാത്ത വേദനയും കൂടാതെ ഛർദി ഉണ്ടാകാനുള്ള തോന്നലും ഉണ്ടാകാം. നാം അൾട്രാസൗണ്ട് ചെയ്താൽ അകത്ത് അണുബാധയോ ദ്രാവക ശേഖരണമോ കാണാം. ഇതുപോലുള്ള മാറ്റങ്ങൾ പാൻക്രിയാസിനെ ബാധിക്കുന്നതായി കാണാം. പലപ്പോഴും WBC ഉയരുകയും അണുബാധയോ പനിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയന്ത്രിക്കാനാവാത്ത ഛർദിയും മനം പുരട്ടലും ഇതിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നു. എന്നാൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നത് ദീർഘകാല രോഗമാണ്. ആവർത്തിച്ചുള്ള വേദനയോ നേരിട്ട് ക്രോണിക് അവസ്ഥയിലേക്കോ ഇത് മാറുന്നതായും കാണാറുണ്ട്. ഇതിൽ പാൻക്രിയാസിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അത് വെറുതെ നോക്കി പറയാനാവില്ല. ഞാൻ ഒരു വൈദ്യയാണ്, പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ ആധുനിക ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങളും ലഭ്യമാണ്. അതിനാൽ ഇത് എപ്പോഴും ഒരു വ്യക്തമായ ഡയഗ്നോസിസ് ആയിരിക്കണം. ഉദാഹരണത്തിന് മാർക്കപ്പ് അല്ലെങ്കിൽ സിറ്റി സ്കാൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വഴി നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ ഘടനാപരമായ മാറ്റങ്ങൾ വ്യക്തമായി കാണാൻ കഴിയണം. അതിൽ ചില ഘടനയോ ടെക്സ്ചറോ മാറിയേക്കാം. ഇത് തിരിച്ചുപിടിക്കാൻ കഴിയാത്തതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ അറ്റാക്ക് കഴിഞ്ഞാൽ ആ വീക്കം മാറും, പക്ഷേ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിയാത്തവയാണ്. അതിനാൽ നാം റേഡിയോളജിയിൽ സംസാരിക്കുമ്പോൾ ഇതാണ് വ്യത്യാസം. രണ്ടാമതായി, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ വേദന ഉണ്ടാകുമ്പോൾ ഒരു തുടർച്ചയായ മന്ദമായ വേദന ഉണ്ടാകും. രോഗി എന്തെങ്കിലും കഴിച്ചാൽ അവൻ്റെ ഭാരം കുറയാൻ തുടങ്ങും. അക്യൂട്ട് കേസിൽ അറ്റാക്ക് വന്നപ്പോൾ ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞാൽ തോന്നും എപ്പിസോഡ് കഴിഞ്ഞു പോയിന്ന്. ഇപ്പം ഞാൻ സുഖാണെന്ന് തോന്നിയാലും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ സ്ഥിരമായി ഏതെങ്കിലും തരത്തിൽ ദഹനശേഷി കുറയുന്നുണ്ട്, വിശപ്പ് കുറവാണ്, ഭാരം കുറയുന്നു, കൊഴുപ്പൊന്നും കഴിക്കാൻ കഴിയുന്നില്ല, സ്റ്റൂളിൽ കൊഴുപ്പ് കാണാൻ തുടങ്ങും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതുകൂടി കണ്ടിട്ടുണ്ട്. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾക്ക് ക്രമേണ ശരീരം വളരെ ക്ഷീണിതമായതായി അനുഭവപ്പെടുന്നു. കൂടുതൽ ക്ഷീണവും നഷ്ടവും അനുഭവപ്പെടുന്നു. ഇതാണ് പ്രധാനമായും ഇതിൻ്റെ വ്യത്യാസങ്ങൾ. കൂടാതെ ഇവയുടെ ഇൻവെസ്റ്റിഗേഷനുകളിലും വ്യത്യാസം കാണാം. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് നല്ലൊരു ശതമാനം കേസുകളിൽ പിന്നീട് പലപ്പോഴും പാൻക്രിയാസ് ക്യാൻസറിലേക്കും മാറാൻ സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അക്യൂട്ട് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് പഠിക്കുമ്പോൾ വളരെ വിശാലമായ ക്ലാസിഫിക്കേഷൻ പഠിപ്പിക്കപ്പെടുന്നു. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നിങ്ങനെ. പക്ഷേ ഇത്രയും വർഷങ്ങളിൽ ഞാൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അനേകം ഉപവിഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. റിക്കറൻറ്റ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് അഥവാ വീണ്ടും വീണ്ടും സംഭവിക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ്, പിന്നെ അക്യൂട്ട് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, നെക്രോടൈസിംഗ് പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാറ്റൈറ്റിസ് കാൽസിഫൈഡ്, പാൻക്രിയാറ്റൈറ്റിസ് ജെനിഡിമാൻക്രെഡെ, അങ്ങനെ പട്ടികക്ക് അവസാനമില്ലെന്ന് തോന്നുന്നു. ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പലതരം കേസുകൾ കണ്ടിട്ടുണ്ട്. വേദനയുണ്ടാകുമ്പോൾ മാത്രം രോഗമെന്നും അല്ലാത്തപ്പോൾ താൻ സുഖമാണെന്നും പല രോഗികളും കരുതാറുണ്ട്. എന്നാൽ ഓരോ തവണ വേദന വരുമ്പോഴും രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു. പാൻക്രിയാറ്റൈറ്റിസ് ഒരു പ്രോഗ്രസീവ് ഡിസോർഡർ ആയതിനാൽ രോഗം എങ്ങനെ മാറുന്നുവെന്ന് നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ആദ്യ അറ്റാക്ക് തന്നെ അവസാനത്തേതാകാം. എന്നാൽ ചിലരിൽ ഇത് വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വെറും ആസിഡിറ്റിയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വയറുവേദനയോ നടുവേദനയോ വന്ന് ഡോക്ടറെ കണ്ട് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ്
പാൻക്രിയാസിലെ മാറ്റങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത്. അത്രയും സൈലൻ്റായ ഈ രോഗത്തിൻ്റെ ഓരോ കേസും ഒരു പുതിയ പഠനമാണ്. പാൻക്രിയാറ്റൈറ്റിസ് വരാനുള്ള കാരണം അനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങളും പശ്ചാത്തലവും വളരെ വ്യത്യസ്തമാണ്. 2 വയസ്സുകാരൻ മുതൽ 65കാരൻ വരെ പാൻക്രിയാറ്റൈറ്റിസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലും ഓരോരുത്തരിലും വ്യത്യാസമുണ്ട്. പക്ഷേ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കുറവാണ് ഈ രോഗം കാണപ്പെടുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരിൽ ആർക്കെങ്കിലും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഈ രോഗത്തെക്കുറിച്ച് പഠിക്കണം. കാരണം ഇത് നിങ്ങളുടെ കൂടെ തുടരും. അതിനാൽ ഇതിനെ മാനേജ് ചെയ്യാനും ഇതുമായി ജീവിക്കാനും നിങ്ങൾ അറിയണം. ഒരു ഹൃദയരോഗി എപ്പോഴും ഹൃദയരോഗിയായിരിക്കുന്ന പോലെ പാൻക്രിയാറ്റൈറ്റിസ് രോഗിക്കും എപ്പോഴും അതേ രോഗം തന്നെയാണ്. പലപ്പോഴും രോഗികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ രോഗം പൂർണ്ണമായി മാറുമോ എന്ന് ചോദിക്കാറുണ്ട്. അവരെ സുഖപ്പെടുത്താൻ ശ്രമിക്കുകയും പലരും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഞാൻ എല്ലാവർക്കും നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ അത് ജീവിതത്തിലെ ഒരു പാഠമാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ആശുപത്രിയിൽ ചികിത്സ തേടി വേദന മാറുമ്പോൾ പിന്നീട് ശരീരത്തെ ശ്രദ്ധിക്കാതെ വേദന താൽക്കാലികമായി നിയന്ത്രിക്കാം എന്ന് കരുതിയാൽ ഈ രോഗം കൂടാൻ സാധ്യതയുണ്ട്. അത് മോശമായ അവസ്ഥയിലേക്ക് നയിക്കാം. അതിനാൽ ഈ രോഗത്തെ ലഘുവായി എടുക്കരുത്. 10 വർഷമായി അറ്റാക്ക് വന്നിട്ടില്ല എന്നോർത്ത് ശ്രദ്ധിക്കാതിരിക്കരുത്. നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം. പാൻക്രിയാറ്റൈറ്റിസ് ആയാലും മറ്റേതൊരു രോഗമായാലും എൻ്റെ സന്ദേശം വ്യക്തമാണ്: ജീവിതത്തിൽ പല കാര്യങ്ങളും തിരികെ പഴയ പോലെ ആക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആരോഗ്യം ഒരു പ്രാവശ്യം നഷ്ടപ്പെടുത്തിയാൽ അതിനെ പൂർണ്ണമായും പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് എൻ്റെ പ്രധാന സന്ദേശം.